കഥയുടെ തുടക്കത്തിൽ തന്നെ ജില്ലയിലെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ജെറി അവന്റെ ഗേൾഫ്രണ്ടിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടപ്പുറത്തുള്ളൊരു പയ്യൻ വന്ന് അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുകയും അവർ അവനെ ഫോളോ ചെയ്ത് പോയി പിടിക്കുകയും ചെയ്യും. എന്നാൽ ആ പയ്യനെ പിടിച്ചടിക്കുന്നത് കണ്ട് അവന്റെ കൂട്ടുകാരും കടപ്പുറത്തുള്ള ആളുകളും വന്ന് ജെറിയെയും കൂട്ടുകാരെയും അവിടെ നിന്ന് അടിച്ചോടിക്കും. എന്നാൽ ആ പയ്യൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഉള്ള ഫോൺ തന്റെ മറ്റൊരു ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുക്കും. ജെറി ഉടനെ തന്നെ പാർട്ടിയിലെ മറ്റു ഗുണ്ടകളെ വിളിച്ച് ഈ കാര്യം പറയും. അങ്ങനെ രാത്രി ആ കടപ്പുറത്തുള്ള കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണ്ടകൾ അവരുടെ വീടിന് നേരെ ബോംബെറിയുകയും അങ്ങോട്ടേക്ക് കയറി അവരെ വെട്ടിക്കൊല്ലുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റലിൽ രക്തദാനം ചെയ്യുകയായിരുന്ന പാർട്ടി സെക്രട്ടറി തന്റെ മകന്റെ അടുത്ത് വന്നു, നിന്റെ ഈ തെണ്ടിത്തരമൊന്നും ഇവിടെ നടക്കില്ല, മര്യാദയ്ക്ക് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പറയും. എന്നിട്ട് ആ കുട്ടികളെ കൊന്ന ഗുണ്ടകളുടെ അടുത്ത് വന്ന് പറയും, എല്ലാം ഞാൻ ശരിയാക്കാം, തൽക്കാലം നിങ്ങൾ ഒളിവിൽ പോകാൻ പറയും. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ജെറിയെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയക്കും. ഇതേ സമയം നാൻസി എന്നൊരു പെൺകുട്ടിയും അവളുടെ വയ്യാത്ത അമ്മയും UAE-യിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവരുടെ ആംബുലൻസിനെ ഒരു കാറ് പിന്തുടരുന്നുണ്ടായിരുന്നു. എന്നാൽ നാൻസിയുടെ കൂടെ ഉണ്ടായിരുന്നത് അവളുടെ അമ്മയായിരുന്നില്ല. ദുബായിൽ നിന്ന് ഗോൾഡ് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്ന ഗ്യാങ്ങിലുള്ള ഒരാളായിരുന്നു നാൻസി. അങ്ങനെ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന ഗോൾഡ് എല്ലാം എടുത്ത് അവളുടെ ബോയ് ഫ്രണ്ട് ആൽബിയുടെ കാറിലേക്ക് കയറുകയാണ് അവൾ. അങ്ങനെ ഗോൾഡുമായി പോകുന്ന വഴിക്ക് അവൾ ആൽബിയോട് പറയുകയാണ്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനിറങ്ങിയത്, ഇതെന്റെ അവസാനത്തെ സ്മഗ്ലിംഗ് ആണെന്ന് അവൾ പറയും. ഇതേ സമയം മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഫൈസൽ തന്റെ വൈഫിന്റെ സർട്ടിഫിക്കറ്റ് തിരുത്താനായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനായി ഒരുങ്ങുകയാണ്. അങ്ങനെ ഫൈസലിനെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ അവന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അവരെല്ലാവരും നന്നായി മദ്യവെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഫൈസലിന്റെ കാറ് ആൽബിയുടെ ഗോൾഡ് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന കാറുമായി ആക്സിഡന്റ് ആവും. അങ്ങനെ റോഡിൽ വെച്ച് ആൽബിയും ഫൈസലുമായി തല്ലാകുകയും ഇതിൽ നാൻസി കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ആൽബിയെ ഒരുവിധം പിടിച്ച് സമാധാനിപ്പിച്ച് വണ്ടിയിലേക്ക് കയറ്റി. അങ്ങനെ പോകുന്ന വഴിക്ക് നാൻസി ആൽബിയോട് ഷൗട്ട് ചെയ്ത് പറയും, നിനക്ക് ഒട്ടും ഉത്തരവാദിത്തമില്ല, വണ്ടിയിൽ ഗോൾഡ് ആണ് ഉള്ളതെന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിക്കും. എന്നിട്ട് അവൾ ബാക്ക് സീറ്റിൽ വെച്ചിരുന്ന ഗോൾഡ് ഉള്ള ബാഗ് നോക്കുമ്പോൾ അത് മിസ്സിംഗ് ആണ്. ആൽബി ഉടനെ കാറ് നിർത്തി ഡിക്കിയിലെല്ലാം നോക്കും. ആ ഗോൾഡ് നമ്മൾ ആക്സിഡന്റ് ആയ സ്ഥലത്ത് മിസ്സായി കാണുമെന്നും പറഞ്ഞ് അവർ അങ്ങോട്ടേക്ക് ചെല്ലും. എന്നാൽ ആ അടിപിടി നടന്ന സ്ഥലത്തെത്തി അവർ ആ ബാഗ് നോക്കുമെങ്കിലും അവിടെയൊന്നും തന്നെ ആ ബാഗ് ഉണ്ടായിരുന്നില്ല. ഇതേസമയം ആ ഗോൾഡിന്റെ യഥാർത്ഥ ഓണറായ മൂസുക്ക ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആൽബി അങ്ങോട്ടേക്ക് വന്ന് പറയും, ആ ഗോൾഡ് മിസ്സായി പോയി, വരുന്ന വഴിക്ക് ഒരുത്തനുമായി ആക്സിഡന്റ് ആയി, അവരായിരിക്കും നമ്മുടെ ഗോൾഡ് കൊണ്ടുപോയതെന്ന് പറയും. മൂസുക്ക ഉടനെ തന്റെ ശിങ്കിടികളോട് ആൽബിയോടൊപ്പം പോയി അവന്മാരെ അന്വേഷിക്കാൻ പറയും. അങ്ങനെ അവർ പല കാറുകളിലായി തങ്ങളെ ഇടിച്ച വൈറ്റ് കോളിസ് അന്വേഷിച്ച് പല സ്ഥലങ്ങളിലായി കറങ്ങി നടക്കും. എന്നാൽ ഇതിനിടയിൽ നാൻസി ഒരു ബാറിന് മുന്നിൽ ആ കാറ് കാണും. ആൽബി അവരെ എല്ലാവരെയും കാറ് കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവർ ആ ബാറിനുള്ളിലേക്ക് കയറും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫൈസലിന്റെ കൂട്ടുകാരെ പിടിച്ചിടിച്ച് എവിടെ ആ ഗോൾഡ് എന്ന് ചോദിക്കും. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഗോൾഡിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് അവർ കരഞ്ഞു പറയും. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന്റെ പേര് ഫൈസൽ എന്നാണ്, അവന്റെ വൈഫിന്റെ സർട്ടിഫിക്കറ്റ് തിരുത്താനായി അവൻ തിരുവനന്തപുരത്തേക്ക് പോയെന്ന് പറയും. എന്നാൽ ഇതേ സമയം ഫൈസൽ തിരുവനന്തപുരത്തേക്ക് പോകാതെ കാസർഗോഡ് ഇറങ്ങി സ്റ്റേഷനിൽ നിന്നൊരു ഓട്ടോയും വിളിച്ച് രാത്രിയോട് കൂടി ഒരു ഹോട്ടലിലെത്തും. അവിടെ എത്തി കള്ളപ്പേര് പറഞ്ഞ് ഫൈസൽ അവിടെ മുറിയെടുക്കും. മുറിയിൽ എത്തിയ ശേഷം ആൽബിയുടെയും നാൻസിയുടെയും കയ്യിൽ നിന്ന് മോഷ്ടിച്ച ബാഗ് എടുത്ത് അതിലുണ്ടായിരുന്ന ഗോൾഡ് എല്ലാം എടുത്ത് അവൻ കളക്ട് ചെയ്ത് വെക്കും. ഇതേ സമയം ഫൈസലിനെ അന്വേഷിച്ച് ആൽബിയും മൂസക്കോയുടെ ടീമും ഫൈസലിന്റെ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് ആ ഗുണ്ടകൾ അവരോട് പറയും, ഫൈസലിന്റെ കയ്യിൽ നമ്മുടെ ഒരു സാധനമുണ്ട്, അത് മര്യാദയ്ക്ക് കൊണ്ടുതരാൻ അവനോട് പറയാൻ പറയും. എന്നാൽ ആ വീടിന് മുന്നിൽ കിടന്ന് അവർ ഷൗട്ട് ചെയ്യുന്നത് കണ്ട് നാട്ടുകാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഗുണ്ടകൾ അവിടെ നിന്ന് പോകും. എന്നാൽ അത് കഴിഞ്ഞ് ഫൈസൽ തന്റെ സിം മാറ്റി മറ്റൊരു കള്ള സിം ഇട്ട ശേഷം വീട്ടിലേക്ക് വിളിക്കും. ഫൈസലിന്റെ വൈഫ് ഫോൺ എടുത്ത ശേഷം നിങ്ങളെ അന്വേഷിച്ച് ഇവിടെ ആരൊക്കെയോ വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന് പറയും. എന്നാൽ നാട്ടിൽ വേറെയും അധികം ഫൈസൽമാരില്ലേ, ചിലപ്പോൾ അവരെ അന്വേഷിച്ച് വന്നതാണെന്നും പറഞ്ഞ് ഫൈസൽ ഫോൺ കട്ട് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ എണീച്ച ഫൈസൽ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഫൈസലുള്ള ഹോട്ടലിലേക്ക് ആൽബി കയറി വരും. എന്നാൽ ഫൈസലും ആൽബിയും ഫ്രണ്ട്സ് ആയിരുന്നു. അവർ രണ്ടുപേരും ചേർന്നാണ് ആ ഗോൾഡ് സ്മഗിൾ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ തങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് വിൽക്കാനായി ഫൈസൽ വേഷമൊക്കെ മാറി ഒരു ഗോൾഡ് കടക്കാരന്റെ അടുത്ത് ചെല്ലും. അയാൾക്ക് അത് നോക്കുമ്പോഴേ മനസ്സിലാകും അത് മൂസക്കാന്റെ സ്മഗിൾ ചെയ്ത ഗോൾഡ് ആണെന്ന്. ഇനി ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കിയ ഫൈസൽ അവരെ എല്ലാവരെയും ഇടിച്ചിട്ട ശേഷം ആൽബിയുടെ കാറിലേക്ക് ഓടിക്കയറും. ഇതേ സമയം ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയായിരുന്ന മൂസക്കയെ വിളിച്ച് ആ ഗോൾഡ് കടക്കാരൻ പറയും, ഇവിടെ ഗോൾഡുമായി ഇവിടെ ഒരുത്തൻ വന്നിരുന്നു, അവൻ ഒരാളല്ല, അവന്റെ കൂടെ വേറെ ആളുകളും ഉണ്ട് എന്ന് പറയും. അപ്പോൾ തന്നെ മൂസക്ക ആൽബിയെ വിളിച്ച് പറയും, നീ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങ് വാ, അവൻ കാസർഗോഡ് ഉണ്ട് എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി എന്ന് മൂസക്ക ആൽബിയോട് പറയും. എന്നിട്ട് മൂസക്ക പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയും. പാർട്ടി സെക്രട്ടറി ഉടനെ തന്നെ ഒരു പോലീസുകാരനെ വിളിച്ച് എന്റെയും മൂസക്കാന്റെയും കുറച്ച് ഗോൾഡ് മിസ്സായിട്ടുണ്ട്, അത് താൻ കണ്ടെത്തി തരണമെന്ന് പറയും. എന്നാൽ ഇതേ സമയം ആൽബിയും ഫൈസലും തങ്ങളുടെ കാർ വിറ്റ് ഒരു ബൈക്ക് വാങ്ങിയ ശേഷം ആ ഗോൾഡ് വിൽക്കാനായി മംഗലാപുരത്തേക്ക് പോലീസുകാരുടെ വേഷത്തിൽ പോവുകയാണ്. അതിർത്തിയിൽ കേരള പോലീസിന്റെ ചെക്കിംഗ് ഉണ്ടെങ്കിലും അവർ സ്കൂട്ടായി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ മംഗലാപുരത്ത് എത്തിയ ശേഷം ഫൈസൽ തന്റെ വൈഫിനെ വിളിച്ച് നീ പേടിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ മടങ്ങി വരുമെന്ന് പറയും. എന്നാൽ ആ പാർട്ടി സെക്രട്ടറിയുടെ പോലീസുകാരൻ ആ ചെക്കിംഗ് പോലീസുകാരുടെ അടുത്തെത്തി അവരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ഫൈസൽ അതിർത്തി കടന്ന് പോയി എന്ന് അയാൾക്ക് മനസ്സിലാകും. എന്നാൽ മംഗലാപുരത്ത് എത്തിയ ശേഷം ആൽബി വേഷം മാറി അവിടുത്തെ ഒരു ഡോണിന്റെ അടുത്ത് തന്റെ ഗോൾഡ് വിൽക്കാനായി പോകും. ഗോൾഡിന്റെ ഒരു സാമ്പിൾ കൊടുത്ത് തങ്ങൾക്ക് ആവശ്യമായ പണം വാങ്ങിയ ശേഷം ആൽബി തിരിച്ച് ഹോട്ടലിലേക്ക് വരും.
എന്നാൽ ഇവന്മാരുടെ കയ്യിൽ കൂടുതൽ സ്വർണ്ണമുണ്ടെന്ന് മനസ്സിലാക്കിയ സേട്ടിന്റെ ആളുകൾ ആൽബിയുടെ പിറകെ വരും. ഒരുവിധം സേട്ടിന്റെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ആൽബിയും ഫൈസലും രക്ഷപ്പെടും. എന്നാൽ ഇതേ സമയം സേട്ടിന്റെ അടുത്തെത്തിയ പോലീസുകാരൻ ഫൈസലിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവനല്ല ഇവിടെ സ്വർണ്ണവുമായി വന്നതെന്ന് പറഞ്ഞു. പോലീസുകാരൻ ഉടനെ കാര്യം വിളിച്ച് സെക്രട്ടറിയോട് പറയുമ്പോൾ സെക്രട്ടറി മൂസിക്കയെ വിളിക്കും. എന്നാൽ ആൽബിയെ ചെറിയൊരു സംശയം തോന്നിയ മൂസിക ആൽബിയുടെ ഫോട്ടോ പാർട്ടി സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും പാർട്ടി സെക്രട്ടറി വഴി ആ പോലീസുകാരൻ ആ ഫോട്ടോ കിട്ടുകയും പോലീസുകാരൻ ആ ഫോട്ടോ സേട്ടിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ തന്നെയാണ് ഇവിടെ വന്നതെന്ന് അയാൾ പറയും. എന്നാൽ ഇതിനിടയിൽ ഫൈസൽ തന്റെ ഗേൾഫ്രണ്ടായ നാൻസിയെ വിളിച്ച ശേഷം അവളോട് പറയും, സ്വർണം മോഷ്ടിച്ചത് ഞാനാണ്, ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, തൽക്കാലം നീ എറണാകുളത്തേക്ക് പൊയ്ക്കോളൂ, നിന്നെ അന്വേഷിച്ച് ആ മൂസിക്കയുടെ ആളുകൾ അവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. എന്നിട്ട് ആൽബി ഫൈസലിനോട് പറയും, നമുക്ക് ഈ സ്വർണം മുംബൈയിൽ കൊണ്ടുപോയി വിൽക്കാം, അവിടെ എനിക്ക് അറിയാവുന്ന ആളുണ്ട് എന്ന്. എന്നാൽ ഇതേ സമയം നാൻസിയുടെ വീട്ടിലെത്തിയ മൂസിക്കയുടെ ഗുണ്ടകൾ സ്വർണം മര്യാദയ്ക്ക് തരാൻ പറഞ്ഞ് അവളെ ഉപദ്രവിക്കും. എന്നാൽ എനിക്ക് നിങ്ങളുടെ സ്വർണത്തെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവരുടെ കൈ തട്ടിമാറ്റി വീടിന്റെ പുറകിലേക്ക് ഓടിയെത്തിയ നാൻസി വളർത്തുനായകളെ അഴിച്ചുവിടുകയും ഇത് കണ്ട് പേടിച്ചോടുകയും ചെയ്യുന്ന ഗുണ്ടകൾ നാൻസിയുടെ വീട്ടിൽ നിന്ന് പോകും. എന്നാൽ ഇതിനിടയിൽ ഫൈസലിന്റെ ഭാര്യ അവനെ വിളിച്ചു പറയും, മോളുടെ അസുഖം കൂടി അവളുടെ ഓപ്പറേഷൻ ഉടനെ നടത്തണമെന്ന് പറയും. എന്നാൽ നീ പേടിക്കേണ്ട, പണവുമായി ഞാൻ ഉടനെ വരാമെന്ന് ഫൈസൽ പറയും. അങ്ങനെ സ്വർണം വിൽക്കാനായി മുംബൈയിലേക്ക് പോകുന്ന വഴിക്ക് അവർ ഒരു രാത്രി ഗോവയിൽ സ്റ്റേ ചെയ്യും. ഇതേ സമയം ഒരു പരിപാടിയിൽ വെച്ച് പാർട്ടി സെക്രട്ടറിയെ കാണുന്ന മൂസിക്ക പറയും, എന്റെ കൂടെ ഉണ്ടായിരുന്നവനാണ് എന്നെ ചതിച്ചതെന്ന്. അങ്ങനെ ഗോവയിൽ എത്തിയ ഫൈസലിന്റെ ആൽബിയുടെയും ബൈക്ക് മറിഞ്ഞ് മറ്റു ബൈക്കുകളുടെ മുകളിലൂടെ വീഴുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ അവരെ ആക്രമിക്കും. എന്നാൽ ഗോവയിൽ ഉണ്ടായിരുന്ന കാസർഗോഡുകാരായ കുറച്ച് മലയാളികൾ അങ്ങോട്ടേക്ക് വന്ന് ആ പ്രശ്നം സോൾവ് ചെയ്ത് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. എന്നാൽ മൂസിക്ക ഇതേ സമയം തന്റെ പാർട്ണറായ ഫിറോസിനെ വിളിച്ച് പറയും, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൽബി എന്ന് പേരുള്ളവനാണ് എന്നെ ചതിച്ചതെന്ന്. എന്നാൽ ആൽബിയാണ് ഇതിന് പിന്നിലെങ്കിൽ ഇത് മൂസിക്കയ്ക്കുള്ള പണിയല്ല, എനിക്കുള്ള പണിയാണെന്ന് ഫിറോസ് പറയും. അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ഫിറോസിന്റെ ബാപ്പ ഗൾഫിലെ തന്റെ ദുരിത ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരികയാണ്. എന്നാൽ ഫൈസലിന്റെ ബാപ്പയുടെ കയ്യിൽ 80 ലക്ഷം രൂപയുടെ ഗോൾഡ് അയാൾ അറിയാതെ ദുബായിൽ നിന്ന് അവർ നാട്ടിലേക്ക് കടത്തി. എന്നാൽ ഈ സ്വർണം എടുക്കാൻ പോയത് ആൽബി ആയിരുന്നു. ആൽബി എത്തും മുമ്പ് അവിടെ ഒരു ടീം വന്ന് ആ ഗോൾഡ് കളക്ട് ചെയ്തുകൊണ്ട് പോയി. ആൽബി ബാപ്പയോട് വന്ന് പറയും, അതിനകത്ത് 80 ലക്ഷം രൂപയുടെ ഗോൾഡ് ഉണ്ട്, അതാണ് അവന്മാർ തട്ടിക്കൊണ്ട് പോയത് എന്ന്. താൻ 80 ലക്ഷം രൂപയുടെ കടക്കാരനായോ എന്ന് വിഷമിച്ച് ബാപ്പ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നാൽ ഫിറോസ് ഫൈസലിന്റെ അടുത്ത് വന്ന് പറയും, ആ കിളവനായിരിക്കും ആ ഗോൾഡ് തട്ടിയത്, നമുക്ക് അയാളുടെ വീട്ടിൽ പോയി അന്വേഷിച്ച് നോക്കാമെന്ന് പറയും. പിന്നെ ഫിറോസും ആൽബിയും കൂടി ബാപ്പയുടെ വീടിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് അയാൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അവർ അറിയുന്നത്. എന്നാൽ അയാൾ മരിക്കാൻ കാരണം നീയാണെന്നും പറഞ്ഞ് ആൽബി ഫിറോസിനോട് തട്ടിക്കയറും. എന്നിട്ട് അവർ കാറിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ ബാപ്പയുടെ മരണത്തിൽ ഇവർക്ക് എന്തോ പങ്കുണ്ടെന്നും പറഞ്ഞ് നാട്ടുകാർ അവരെ തടഞ്ഞു വെക്കും. അങ്ങനെ ഫൈസലിന്റെ ബാപ്പയുടെ ബോഡിയും കൊണ്ട് വരുമ്പോൾ ഫിറോസ് ആൽബിയെ അവിടെ ഇരുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളയും. തന്റെ ബാപ്പ മരിക്കാൻ കാരണം ആൽബിയാണെന്ന് കരുതിയ ഫൈസൽ അങ്ങോട്ടേക്ക് വന്ന് ആൽബിയെ അടിക്കാൻ തുടങ്ങും. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഫിറോസ് ആണെന്ന് അറിയുകയും ഫിറോസിന് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമെന്നും കരുതിയാണ് ആൽബിയും ഫൈസലും ഫ്രണ്ട്സ് ആയത്. എന്നാൽ അവിടുന്ന് പ്രസന്റിലേക്ക് വന്നാൽ ഗോവയിലുള്ള ആൽബിയും ഫൈസലും തങ്ങളെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ച മലയാളികളെ ബീച്ചിന്റെ സൈഡിൽ വെച്ച് കാണും. അങ്ങനെ അവർ ഫ്രണ്ട്സ് ആകുകയും ആ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ അച്ഛൻ മംഗലാപുരത്തെ വലിയ സ്വർണ്ണ കച്ചവടക്കാരനാണെന്നും അവരറിയും. ഇതിനിടയിൽ ആൽബി ഗേൾഫ്രണ്ടിനെ വിളിച്ച്, നീ മംഗലാപുരത്തേക്ക് വാ, നീ സ്വർണ്ണമെല്ലാം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇന്തോനേഷ്യയിലേക്ക് പോകാമെന്ന് പറയും. എന്നിട്ട് ആൽബിയും ഫൈസലും റൂമിലേക്ക് വരുമ്പോൾ ആ പോലീസുകാരൻ അവരെ തേടി ഗോവയിൽ എത്തിയിരുന്നു. മര്യാദയ്ക്ക് ആ സ്വർണം തന്നാൽ നിന്റെയൊക്കെ ജീവൻ തിരിച്ചു തരാമെന്ന് പറയുമ്പോഴേക്കും പോലീസുകാരനെ അടിച്ചു വീഴ്ത്തി അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം ഗോവയിൽ വെച്ച് കണ്ട ആ മലയാളി ഫ്രണ്ട്സിന്റെ റൂമിലെത്തി അവരോട് കാര്യങ്ങളെല്ലാം പറയും. ഇതേ സമയം മംഗലാപുരത്തെത്തിയ ആൻസിയെ മൂസിക്കയുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഗോവയിൽ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സിന്റെ കൂടെ നാട്ടിലേക്ക് വരികയാണ് ആൽബിയും ഫൈസലും. സ്വരൂപ് എന്ന് പേരുള്ള ഒരുത്തന്റെ അച്ഛൻ ആൽബിയുടെയും ഫൈസലിന്റെയും ഗോൾഡ് വാങ്ങിക്കൊള്ളാമെന്ന് ഉറപ്പ് കൊടുക്കുകയും സ്വരൂപ് ആൽബിയെയും ഫൈസലിനെയും കൊണ്ട് മംഗലാപുരത്ത് വരികയാണ്. അങ്ങനെ മംഗലാപുരത്ത് എത്തിയ ശേഷം ഡീല് നടത്താൻ പറ്റിയൊരു സ്ഥലം എനിക്കുണ്ട് എന്നും പറഞ്ഞു ആൽബിയെയും ഫൈസലിനെയും സ്വരൂപിന്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് ഒരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. രാത്രിയോട് കൂടി അവിടെ എത്തിയ ശേഷം അവർ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫൈസൽ അവരോട് പറയും, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് മണ്ണെണ്ണ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലെത്തി ആ ചേച്ചി മണ്ണെണ്ണ എടുത്തു തരാമെന്ന് പറയുമ്പോഴാണ് ഫൈസൽ ആ ടിവിയിലെ ന്യൂസ് കാണുന്നത്. തങ്ങളോടൊപ്പമുള്ള സ്വരൂപൊക്കെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മോന് വേണ്ടി 2 പയ്യന്മാരെ കഴിഞ്ഞ ആഴ്ച കൊന്ന എന്ന ന്യൂസ് അവർ കാണുന്നത്. ന്യൂസ് കണ്ട് പേടിച്ച ഫൈസൽ എന്ത് ചെയ്യണമെന്നറിയാതെ തിരികെ അവിടേക്ക് തന്നെ വന്ന് ആരും കാണാതെ ആൽബിയെ വിളിച്ച ശേഷം പറയും, ഇവന്മാരാണ് ആ കൊലപാതകം ചെയ്തത്, ഇവിടെ കയ്യിലുള്ള സ്വർണം തട്ടിയെടുത്ത് നമ്മളെ കൊല്ലാനായിരിക്കും ഇവരുടെ പ്ലാൻ എന്ന് പറയും. പിന്നെ അവർ കാണാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോൾ സ്വരൂപും ടീമും അങ്ങോട്ടേക്ക് വന്ന് ഫൈസലിനെ ആൽബിയെ അറ്റാക്ക് ചെയ്യും. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന പിക്കാക്സ് എടുത്ത് ഫൈസൽ അതിലൊരുത്തനെ കൊല്ലും. പുറത്തുണ്ടായിരുന്ന ആൽബിയും അവരിൽ ഒരുത്തനെ കൊന്ന ശേഷം അവസാനം സ്വരൂപിനെയും അവർ കൊല്ലും. എന്നിട്ട് അവർ അവരുടെ ബോഡി അവിടെ കുഴിച്ചിടും. എന്നാൽ തന്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടിയാണ് തനിക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് ഓർത്ത് ഫൈസൽ കരയും. എന്നാൽ തൊട്ടടുത്ത ദിവസം അവരെവിടെയുണ്ടെന്ന് അറിഞ്ഞ് മണപ്പിച്ചെത്തിയ ആ പോലീസുകാരൻ ഫൈസലും ആൽബിയും പിറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യും.
എന്നാൽ ഒടുവിൽ തന്റെ കയ്യിലുള്ള ഗൺ എടുത്ത് അവരെ വെടിവെക്കാനായി ഒരുങ്ങുമ്പോൾ ഈ സ്വർണത്തിന് വേണ്ടിയല്ലേ താൻ വന്നതെന്ന് പറഞ്ഞ് സ്വർണം അയാൾക്ക് എടുത്തു കൊടുക്കും. അപ്പോഴേക്കും ആ പോലീസുകാരൻ ഫൈസലിനെ വെടിവെച്ച് കൊല്ലും. ആൽബി ആ സ്വർണം വാങ്ങി ആ പോലീസുകാരനെ അടിക്കുമ്പോൾ അയാൾ ആൽബിയെയും വെടിവെക്കും. ആൽബി അവിടെ നിന്ന് താഴേക്ക് വന്ന് വീഴും. എന്നാൽ അപ്പോഴേക്കും പോലീസുകാരൻ അങ്ങോട്ടേക്ക് എത്തി ആ ഗുണ്ടാ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫൈസലിന്റെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരികയാണ്. അതിനകത്ത് ഒരു ഗോൾഡ് കട്ടയാണ് ഉണ്ടായിരുന്നത്. ഫൈസൽ മരിക്കുന്നതിന് മുൻപ് ഒരു ഗോൾഡ് കട്ട എടുത്ത് മംഗലാപുരത്ത് നിന്ന് തന്റെ വൈഫിന്റെ പേരിൽ അയച്ചിരുന്നു. എന്നാൽ ആ പോലീസുകാരന്റെ വെടി കൊണ്ട് ആൽബി മരിച്ചിരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം മൂസക്കയെയും പോലീസുകാരനെയും പാർട്ടി സെക്രട്ടറിയെയും കൊലപാതക കേസിന്റെ പേരിലും ഗോൾഡ് കേസിന്റെ പേരിലും പോലീസ് അറസ്റ്റ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് തങ്ങൾക്ക് കിട്ടിയ സ്വർണവും കൊണ്ട് ബോബിയും നാൻസിയും നടന്നു പോകുന്ന സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.